നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്തുമസിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. യേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണകൾ ഉണർത്തി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. മാലോം സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ ഭീമൻ നക്ഷത്രം ആകർഷകമാവുകയാണ്. 600 ചെറു നക്ഷത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ ഉറക്കം കെടുത്തി ജനവാസ കേന്ദ്രങ്ങളിൽ പുലി ഇറങ്ങി. മടിക്കൈ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലാണ് പുലി ഭീഷണി. സെപക് താക്രോ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പ് ടീം ഇവന്റിൽ മണിപ്പൂരിന് ഇരട്ട വിജയം. കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര ജില്ലാ സഹകരണ വിപണി കാഞ്ഞങ്ങാട് പീപ്പിൾസ് സൊസൈറ്റി കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. ദുർമന്ത്രവാദവും ആഭിചാര ക്രിയകളുമായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ബേക്കൽ അഗ്രോ കാർണിവലിന് തുടക്കമായി. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വീടില്ലാത്ത കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്. വേലാശ്വരത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിളവെപ്പ് കർമ്മം നടന്നു. വാർത്തകൾ വിശദമായി. ക്രിസ്തുമസിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. യേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണകൾ ഉണർത്തി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. മാലോം സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ ഭീമൻ നക്ഷത്രം ഈ ക്രിസ്തുമസ് കാലത്ത് ആകർഷകമാവുകയാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി വന്നെത്തി. ബുധനാഴ്ച ക്രിസ്തുമസ് നാളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഈ ക്രിസ്തുമസ് കാലത്ത് കാസർഗോഡ് മാലോം സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ ഭീമൻ നക്ഷത്രം ആകർഷകമാവുകയാണ്. 60 അടി ഉയരത്തിലാണ് പടുകൂറ്റൻ നക്ഷത്രം ഒരുക്കിയിരിക്കുന്നത്. 300 കിലോ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 3500 സ്ക്വയർ ഫീറ്റ് തുണിയും. ചെലവ് 1 ലക്ഷം രൂപ. 50ലധികം ഹാലജൻ ലൈറ്റുകളും 30 ട്യൂബ് ലൈറ്റുകളുമാണ് വലിയ നക്ഷത്രത്തെ പ്രകാശിപ്പിക്കുന്നത്. ഭീമൻ നക്ഷത്രത്തിന് കൂട്ടായി ചെറു നക്ഷത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. 600 ചെറിയ നക്ഷത്രങ്ങളാണ് ചുറ്റും അലങ്കരിച്ചിട്ടുള്ളത്. ഇടവകയിലെ 600 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചാണിത്. പുതുവർഷ ദിനം വരെ ഈ പടുകൂറ്റൻ നക്ഷത്രവും കുഞ്ഞൻ നക്ഷത്രങ്ങളും ഇവിടെ പ്രകാശം പരത്തും. നാട്ടുകാരുടെ ഉറക്കം കെടുത്തി ജനവാസ കേന്ദ്രങ്ങളിൽ പുലി ഇറങ്ങി. മടിക്കൈ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലാണ് പുലി ഭീഷണി. മുണ്ടോട്ടിനടുത്ത് ആടിനെ പുലി കടിച്ചു കൊന്നു. മടിക്കൈ തോട്ടിനാട് കുറ്റിയടുക്കം കണ്ണാടിപ്പാറയിലാണ് പുലി ഇറങ്ങിയത്. രാത്രി 9 മണിയോടെയാണ് പുലിയെ കണ്ടത്. ഇവിടെ നിന്നും ആളുകൾ നോക്കി നിൽക്കെ ആടിനെ പുലി കടിച്ചു കൊണ്ടുപോയി. ആളുകളുടെ ബഹളം കേട്ട് ആടിനെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു പോയ ശേഷം അല്പം കഴിഞ്ഞ് തിരികെ എത്തിയ പുലി ആടിന്റെ ഒരു ഭാഗം കടിച്ചെടുത്ത് കൊണ്ടുപോയി. ആളുകൾ പുലിയെ നേരിൽ കണ്ടു. പുലിയുടെ ദൃശ്യം നാട്ടുകാരാണ് മൊബൈലിൽ പകർത്തിയത്. ഓട്ടോയ്ക്ക് കുറുകെ പുലി ചാടിയതായും പറയുന്നുണ്ട്. ജനവാസ സ്ഥലത്താണ് പുലിയെ കണ്ടത്. കോട്ടപ്പാറയ്ക്ക് സമീപം വാഴക്കോട് ഭാഗത്ത് ദിവസങ്ങളായി കണ്ടുവന്ന പുലിയാണിതെന്നാണ് സംശയം. വിവരമറിഞ്ഞ് ഫോറസ്റ്റ് കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസർ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 27ാമത് സെപക് താക്രോ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിലെ ടീം ഇവന്റിൽ മണിപ്പൂരിന് ഇരട്ട വിജയം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മണിപ്പൂർ ടീമുകൾ ജേതാക്കളായി. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ കഴിഞ്ഞ തവണ യോഗ്യത നേടിയ കേരളം ഉൾപ്പെടെയുള്ള 8 ടീമുകളാണ് ടീം ഇവന്റിൽ മാറ്റുരച്ചത്. ആൺകുട്ടികളുടെ വിഭാഗത്തിലെ കലാശപ്പോരിൽ ഉത്തർപ്രദേശിനെ നേരിട്ടുള്ള 2 സെറ്റുകളിൽ നിഷ്പ്രഭമാക്കി മണിപ്പൂർ നേടിയത് ഉജ്ജ്വല വിജയം. സെമി ഫൈനലിൽ ബീഹാറിനെ പരാജയപ്പെടുത്തിയാണ് മണിപ്പൂർ ഫൈനലിലെത്തിയത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മണിപ്പൂരിന്റെ കടുത്ത സമ്മർദ്ദത്തെ നേരിട്ട കേരള പെൺകുട്ടികൾ പൊരുതി തോറ്റു. No practice, please. തിങ്കളാഴ്ച രാത്രി 9:30 സമാപിച്ച പെൺകുട്ടികളുടെ ഫൈനലിൽ മണിപ്പൂർ മിന്നും വിജയമാണ് നേടിയത്. ആസാമിനെ തോൽപ്പിച്ചാണ് കേരളം ഫൈനലിൽ യോഗ്യത നേടിയത്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര ജില്ലാ സഹകരണ വിപണി കാഞ്ഞങ്ങാട് പീപ്പിൾസ് സൊസൈറ്റി കെട്ടിടത്തിൽ ആരംഭിച്ചു.
നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര സഹകരണ ജില്ലാ വിപണി കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. പ്രയോജനമാണ് നമ്മുടെ നാട്ടുകാർക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത്. കാരണം ആ സമയത്ത് ഓണത്തിന്റെ സമയത്ത് എല്ലായിടത്തു നിന്നും നമ്മൾ റേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തു നിന്നും വാങ്ങിച്ചവരുണ്ട്. അത് ഏകദേശം തീർന്നു വരുന്നേ ഉള്ളൂ. തീർന്നിട്ട് അങ്ങനെ അധിക നാളുകളായിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്കും ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് ന്യൂ ഇയർ വിപണി എന്നുള്ള രൂപത്തിൽ ഏറ്റവും വിലക്കുറവ് ഇപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് അറിയാം, വലിയ വില വ്യത്യാസമാണ് കൺസ്യൂമർ ഫെഡിന്റെ ഈ വില നിലവാരവുമായിട്ട് പൊതുവിപണിയിലുള്ളത്. അപ്പം അത് ആ ഒരു സൗകര്യം ലഭിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും ഇല്ലേ വിഷുവിന്റെ കാലമായി. അപ്പൊ എല്ലാ ഉത്സവാഘോഷ സീസണുകളിലും കൃത്യമായി വിപണിയിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ സംരംഭം എന്നുള്ള രൂപത്തിൽ കൺസ്യൂമർ ഫെഡ് കാണിക്കുന്ന ശ്രദ്ധ അത് ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള ഒന്നാണ്. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ VK രാജൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ P ലോഹിതാക്ഷൻ ആദ്യ വിൽപ്പന നടത്തി. പീപ്പിൾസ് സൊസൈറ്റി പ്രസിഡന്റ് പ്രിയേഷ് കാഞ്ഞങ്ങാട്, പൊതുപ്രവർത്തകരായ KP ജയപാനൻ, KP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൺസ്യൂമർ ഫെഡ് കണ്ണൂർ റീജിയണൽ മാനേജർ K സുധീർ ബാബു സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ KV വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. വിലക്കയറ്റം തടയുന്നതിനും ഉത്സവകാലങ്ങളിൽ മുഴുവൻ ആളുകൾക്കും നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ എത്തിക്കുന്നതിനുമാണ് പൊതുവിപണിയിൽ പൊതുജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കൺസ്യൂമർ ഫെഡ് മുഖേന സംസ്ഥാന സർക്കാർ വിപണന മേള നടത്തുന്നത്. വിപണി വിലയേക്കാൾ പരമാവധി വില കുറച്ചാണ് സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദുർമന്ത്രവാദവും ആഭിചാര ക്രിയകളുമായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ. കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മലബാറിൽ പലയിടങ്ങളിലും സ്ത്രീകളെ മുൻനിർത്തിയുള്ള ദുർമന്ത്രവാദവും ആഭിചാര ക്രിയകളും രഹസ്യമായി നടക്കുന്നതായി വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സ്ത്രീകളെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്നതിനെതിരെ ജാഗ്രതാ സമിതികൾക്ക് ഇടപെടുന്നതിനുള്ള നിർദ്ദേശം നൽകുമെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. ചില ജില്ലകളിൽ ഇത് സംബന്ധിച്ച പരാതികളും ലഭിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. അതുപോലെ തന്നെ വഴിത്തർക്കവും സാമ്പത്തിക ഇടപാടുകളൊക്കെ സ്ത്രീകളെ മുൻനിർത്തി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണത കൂടി കണ്ടുവരുന്നു. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയും ഇന്ന് കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും പോലീസിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ കോടതിയിൽ നിന്ന് കിട്ടുകയും പക്ഷേ ആ പ്രൊട്ടക്ഷൻ പോലീസ് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്ന പരാതിയുമായിട്ടും ഇന്ന് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഇപ്പം മലബാറിൽ പലയിടങ്ങളിലും സ്ത്രീകളെ മുൻനിർത്തിയിട്ടുള്ള ദുർമന്ത്രവാദവും അതുപോലെ തന്നെ ആഭിചാര ക്രിയകളൊക്കെ വളരെ രഹസ്യമായിട്ട് നടക്കുന്നതായിട്ട് കമ്മീഷന്റെ വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില ജില്ലകളിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടുണ്ട്. സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടപ്പെടേണ്ട ആവശ്യകത മനസ്സിലാക്കി ഈ വിഷയം വളരെ ഗൗരവമായി ഏറ്റെടുത്ത് വനിതാ കമ്മീഷൻ കൈക്കൊള്ളാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളെ അവരുടെ വിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത് ഇത്തരത്തിൽ അവരെ ചൂഷണം ചെയ്ത് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദത്തിലും അതുപോലെ തന്നെ ആഭിചാര ക്രിയകൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് മലബാറിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. സാധാരണക്കാരായ സ്ത്രീകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ദുർമന്ത്രവാദത്തിലേക്കും ആഭിചാരക്രിയകളിലേക്കും നയിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ആവശ്യമാണെന്നും ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് ജാഗ്രതാ സമിതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും P കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് തിങ്കളാഴ്ച നടത്തിയ സിറ്റിംഗിൽ 38 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 7 എണ്ണം തീർപ്പാക്കി. 31 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാർഷിക മേഖലയിൽ ചില രംഗങ്ങളിൽ കേരളം സ്വയം പര്യാപ്തമാവാൻ കഴിയണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ബേക്കൽ അഗ്രോ കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് ഇത്തരം കാർഷിക മേളകൾ ഏറെ സഹായകമാകുമെന്നും സ്പീക്കർ പറഞ്ഞു.
യുവതലമുറയെ കാർഷിക മേഖലയിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് അത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ കാർഷിക മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ചരിത്രം നമുക്കില്ല. കാർഷിക മേഖല വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ആ മേഖലയെ പരിചയപ്പെടുത്തണം. പുതുതലമുറക്ക് വലിയ താല്പര്യമില്ല, അത് വേറെ വിഷയം. എന്നാൽ പുതുതലമുറയോട് ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നിങ്ങൾ ആ ഫസ്റ്റ് ഹാളിലേക്ക് കയറുമ്പോൾ കൃഷിയുടെ ഡിപ്പാർട്ട്മെന്റ്, കൃഷിയെ പാർട്ട് ചെയ്ത് കൃഷി ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റ് ആക്കിയിട്ടാണ് കൃഷിയെ കുറിച്ചോട്ട് അവിടെ നിങ്ങൾ ചേരുമ്പോൾ പല കൃഷിക്ക് ആവശ്യമായി ഉപയോഗിച്ച പല മെറ്റീരിയൽസും പല ഉൽപ്പന്നങ്ങളുടെ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ മണികണ്ഠൻ, ഡിസ്ട്രിക്ട് കളക്ടർ ഇമ്പശേഖർ, ഒപ്പം MLAയും ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ സ്കൂൾ ലീവാണ്. സ്കൂൾ കുട്ടികളെ കൊണ്ട് എത്തിക്കണമായിരുന്നു. ഇനിയും സമയത്ത് ഇനിയും വിചാരിച്ചാൽ കളക്ടർ ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കുട്ടികളെ 50 രൂപ മേടിച്ചാൽ മുതൽ അവർ നിൽക്കൂല. ഒരു നോമിനൽ റേറ്റിൽ ഇവരെ കയറി സൗജന്യമായിട്ട് കുഴപ്പമില്ല. അവർ കാണണം ഈ കാർഷിക എക്സിബിഷൻ. CH കുഞ്ഞമ്പു MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കളക്ടർ K ഇമ്പശേഖർ, മുൻ MLA KV കുഞ്ഞിരാമൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ M കുമാരൻ, P ലക്ഷ്മി, T ശോഭ, S പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KB ശ്രീലത, ജില്ലാ കൃഷി ഓഫീസർ P രാഘവേന്ദ്ര, ജില്ലാ വ്യവസായ വാണിജ്യ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ K നിതിൻ, പടന്നക്കാട് കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ T സജിത റാണി, പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ സുധാകരൻ, V ഗീത, ഷക്കീല ബഷീർ, VK അനിത, ഹക്കീം കുന്നിൽ, കരുണാകരൻ കുന്നത്ത്, KA ബക്കർ, MA ലത്തീഫ്, ഗംഗാധരൻ പൊടിപ്പള്ളം, V കമാരൻ, PT നന്ദകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദു നന്ദിയും പറഞ്ഞു. കാർഷിക സെമിനാർ കാസർഗോഡ് CPCRI ഡയറക്ടർ KB ഹെബ്ബാർ ഉദ്ഘാടനം ചെയ്തു. K മണികണ്ഠൻ അധ്യക്ഷനായി. A സുരേന്ദ്രൻ സംസാരിച്ചു. ഡോക്ടർ ബെഞ്ചമിൻ മാത്യു വിഷയം അവതരിപ്പിച്ചു. സന്തോഷ് കുമാർ ചാലൽ മോഡറേറ്ററായിരുന്നു. K ബിന്ദു സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ജില്ലാ കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെയാണ് പള്ളിക്കര പെട്രോൾ പമ്പിന് എതിർവശത്ത് സജ്ജമാക്കിയ മൈതാനിയിൽ 31 വരെ കാർണിവൽ സംഘടിപ്പിക്കുന്നത്. പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ, ജൈവ വൈവിധ്യ ശേഖരം, അപൂർവ കാഴ്ചാ വസ്തുക്കൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, തൈകൾ, നൂതന സാങ്കേതിക വിദ്യയിലുള്ള ഉപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും ഉണ്ടാകും. മലബാറിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പോത്സവം കാർണിവലിന്റെ ആകർഷണമാണ്. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു.
കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. വീടില്ലാത്ത കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ്. ഭവനമില്ലാത്തവർക്ക് ഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേലാശ്വരത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിളവെപ്പ് കർമ്മം നടന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തിവരികയാണ് കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ്. ക്ലബിന്റെ നേതൃത്വത്തിൽ ഭവനമില്ലാത്തവർക്ക് ഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർധന കുടുംബത്തിന് വേലാശ്വരത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിളവെപ്പ് കർമ്മം ലയൺസ് ഡിസ്ട്രിക്ട് ഫസ്റ്റ് വൈസ് ഗവർണർ രവി ഗുപ്ത നിർവഹിച്ചു. Oldest clubs in our district, എനിക്ക് വളരെ ഒരു അഭിമാനമാണ് that you after so many decades we still carry on with so many service activities. നമ്മുടെ enthusiasm എവിടെയോ കുറഞ്ഞിട്ടില്ല. Enthusiasm actually has been maintained, has been increased. So it's a real pleasure for such a major project like Home for Homeless I can be amongst you, and our zone chairperson Pradeep Kineri is here, district secretary Sumaratan from Kasargod has come, all the other very senior leaders, Gopiyatan inde, and of course the second VDG inde Sondam club aanu, nammude Sondam Titus G inde, so Srinivas sir inne ethan pattilla, but all the other senior leaders are here. So it's a real pleasure, Shyamprasad ji. It's a compliment to you that as a president for this term 24-25, nammal idinte എന്നൊരു ഫൗണ്ടേഷൻ കട്ട്ല ഫിക്സിംഗ് സെറമണി ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. 2024-25 വർഷത്തെ പദ്ധതിയായ ഹോം ഫോർ ഹോംലെസ്സിൻ്റെ വീടിൻ്റെ കട്ടിളവെപ്പ് കർമ്മമാണ് ഇന്ന് നടക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ഫസ്റ്റ് ഡിസ്ട്രിക്ട് 380യുടെ ഫസ്റ്റ് VDG ആയ PMJ ഫ്ലാൻ രവി ഗുപ്താജി ഇവിടെ എത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ശ്യാംപ്രസാദ് പുറവങ്കര, സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ്, റീജ ഗുപ്ത, ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി K ഗോപി, ഡിസ്ട്രിക്ട് സെക്രട്ടറി K സുകുമാരൻ നായർ, BR ഷേണായി, M ശ്രീകണ്ഠൻ നായർ, KV സുരേഷ് ബാബു, PV രാജേഷ്, പ്രദീപ് കീനേരി, C കുഞ്ഞിരാമൻ നായർ, V സജിത്, K ബിജു, P കണ്ണൻ എന്നിവരും പദ്ധതിയുടെ ഗുണഭോക്താവായ ഇന്ദുവും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി ജ്വലിത നിയമസഭാ സ്പീക്കർ AN ഷംസീർ പ്രകാശനം ചെയ്തു. ഹരിത ഓഫീസ് പ്രഖ്യാപനവും നിർവഹിച്ചു. സ്ത്രീകളോടുള്ള വിവേചനം അവസാനിപ്പിക്കാനുള്ള മാർഗം സ്ത്രീകൾ മികച്ച വിദ്യാഭ്യാസം നേടുകയും സ്വയം പര്യാപ്തരാവുകയുമാണെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി ജ്വലിത പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
എങ്ങനെയെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി ഒപ്പിച്ച് മംഗലം കഴിപ്പിക്കുക എന്ന ചിന്തയിൽ നിന്ന് രക്ഷിതാക്കൾ മാറി. അതിന് വിഭിന്നമായിക്കൊണ്ട് നല്ലതുപോലെ വിദ്യാഭ്യാസം നേടി സ്വയം പര്യാപ്തമാവാം. അതേ വഴിയുള്ളൂ. സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾക്കും സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്താ? പരിഹാരം നിങ്ങൾ സ്വയം പര്യാപ്തമാവണം. എങ്ങനെ സ്വയം പര്യാപ്തമാവുക? പഠിച്ച് ജോലി വാങ്ങിക്കുക. നിങ്ങൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാവണം. ഇപ്പൊ കുടുംബശ്രീ വന്നപ്പോൾ വലിയ മാറ്റം ഉണ്ടായില്ലേ? കുടുംബശ്രീ വന്നപ്പം ഏതെല്ലാം മേഖലയിലാണ് നിങ്ങൾ ഇടപെടാൻ തുടങ്ങിയത്? നിങ്ങൾ ചെറിയ ചെറിയ ക്യാൻറ്റീൻ നടത്താൻ തുടങ്ങി, ക്ലീനിങ് വർക്ക് തുടങ്ങി, ഇങ്ങനെ പല സെക്ടറിനകത്തും നിങ്ങൾ വരാൻ തുടങ്ങി. അതിലൂടെ എന്താ ലഭിച്ചത്? നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളപ്പോൾ ആശ്രയിക്കേണ്ടി വരില്ല. എന്തെങ്കിലും തരുമോ? ചെലവുണ്ട്, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഡിസ്ക്രിമിനേഷൻ, ഈ വിവേചനത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ: സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാവുക. ഹരിത ഓഫീസ് പ്രഖ്യാപനവും നിയമസഭാ സ്പീക്കർ നിർവഹിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരനായ ചലച്ചിത്ര തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു. കിലയുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ ലിംഗപദവി പഠന പുസ്തകം ജ്വലിത ആസൂത്രണ സമിതി അംഗം കെ സുജാത പരിചയപ്പെടുത്തി. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ സ്വാഗതവും ICDS സൂപ്പർവൈസർ എ രമണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മടിക്കൈ. ഹോസ്ദുർഗ് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ 5ാം വാർഷികാഘോഷത്തിന് തുടക്കം. സമസ്ത മുഫത്തിഷ് ഹംസ ഫൈസി ഉദ്ഘാടനം ചെയ്തു. പ്രഭ പരത്തിയ പഞ്ചവത്സരങ്ങൾ എന്ന ശീർഷകത്തിൽ ഹോസ്ദുർഗ് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 5ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ആറങ്ങാടിയിൽ തുടക്കം. സംഘാടക സമിതി ചെയർമാൻ AK മുഹമ്മദ് പതാക ഉയർത്തി. റേഞ്ച് പ്രസിഡന്റ് റഷീദ് ഫൈസി ആറങ്ങാടിയുടെ അധ്യക്ഷതയിൽ സമസ്ത മുഫത്തിഷ് ഹംസ ഫൈസി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബഹുമാനപ്പെട്ട സാധാരണക്കാരനായ ആളുകളുടെ, നാട്ടിലുള്ള സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഖിറാഅത്ത്, പരിശുദ്ധ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് കണ്ടെത്തിയ ഒരു വഴിയാണ് തഹ്സീൽ ഖിറാഅത്ത് 3ാം ഘട്ടം. അത് നാട്ടിലുള്ള സ്ത്രീകളായ മുജവ്വിദുമാരാണ് ക്ലാസ് എടുക്കുന്നത്. 6 ദിവസത്തെ ഒരു കോഴ്സാണത്. പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള ആറങ്ങാടി പ്രദേശത്തുള്ള കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് നമ്മുടെ മദ്രസയിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള സഹോദരിമാർക്ക് പരിശുദ്ധ നിസ്കാരത്തിലെ കൗലിയ ഫർളുകളൊക്കെ തെറ്റുകൂടാതെ എങ്ങനെ പാരായണം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി, പരിശീലിപ്പിക്കാൻ വേണ്ടി നമ്മളങ്ങനെ അപേക്ഷിക്കുകയാണെങ്കിൽ ഖുർആനിൽ പ്രാവീണ്യം നേടിയ മുജവ്വിദുകളായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളായ മുജവ്വിദുമാർ സംസ്ഥയിൽ നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പരിശീലനം കൊടുത്തു. ജനറൽ സെക്രട്ടറി സയ്യിദ് അസദി പുഞ്ചാവി ആമുഖ ഭാഷണം നടത്തി. ആറങ്ങാടി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ ഹക്കീം അൽ ഖാസിമി പ്രാരംഭ പ്രാർത്ഥനയും കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി മുഖ്യപ്രഭാഷണവും നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി മുഖ്യാതിഥിയായി പങ്കെടുത്തു. റേഞ്ച് സെക്രട്ടറി മുഹമ്മദ് അലി റഹ്മാനി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അധ്യാപകർക്ക് ലിഖിത കോഴ്സ്, IT പരിശീലനം, ഖുർആൻ പാരായണ പഠന കോഴ്സ്, വിദ്യാർത്ഥികൾക്ക് കാലിഗ്രഫി പരിശീലനം, വിദ്യാർത്ഥി സംഘടനയായ SKSBVയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ, വാഹന പ്രചരണ റാലി, ബഹുജന റാലി, സമാപന പൊതുസമ്മേളനം എന്നിവ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഫസ്റ്റ് വൈസ് ഗവർണർ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് പുതുവത്സര ദിനത്തെ ആഘോഷപൂർവ്വം വരവേറ്റ് കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയ ലയൺസ് ഡിസ്ട്രിക്ട് 318 ഫസ്റ്റ് വൈസ് ഗവർണർ രവി ഗുപ്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു. I wish God blesses you with great energy in the years to come. And as first vice governor, I have been across the district, and I can say, I have been able to cover almost all the clubs in our district, and I do expect in the year 25-26 also, I expect this kind of love and affection which you have been extended to me throughout this period. I do expect
a little more responsibility next year. അതൊക്കെ നമ്മൾ തമാശ പറയും, ഈ വർഷം ഞാൻ ഹോളിഡേയിലാണ്. അപ്പോൾ ഹോളിഡേ എനിക്ക് കഴിയില്ല, കുറച്ചുകൂടി കൂടെ തന്നെ ഉണ്ടാവണം. I have brought one visiting zone chairperson with me, like Rija Gupta, Calicut region zone chairperson ആണ്. So my spouse, she will be here also with us. സെക്കൻഡ് വൈസ് ഗവർണർ ടൈറ്റസ് തോമസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ക്ലബ്ബ് ബുള്ളറ്റിനായ ഇൻസ്പയറിംഗ് റോസിന്റെ 2ാം പതിപ്പ് ഫസ്റ്റ് VDG ടൈറ്റസ് തോമസിന് നൽകി പ്രകാശനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ശ്യാംപ്രസാദ് പുറവങ്കര അധ്യക്ഷത വഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീനിവാസ് ഷേണായി മുഖ്യപ്രഭാഷണം നടത്തി. ചീഫ് എക്സിക്യൂട്ടീവ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ഗോപി, ഡിസ്ട്രിക്ട് സെക്രട്ടറി കെ സുകുമാരൻ നായർ, റീജിയൻ ചെയർമാൻ രാജേന്ദ്രൻ, സോൺ ചെയർമാൻ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് മുൻ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ PV രാജേഷ് നന്ദിയും പറഞ്ഞു. ക്ലബ്ബ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഓഫീസ് ജീവനക്കാരും ക്രിസ്തുമസ് ആഘോഷിച്ചു. നിരവധി പേർ ആഘോഷത്തിൽ പങ്കെടുത്തു. ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷനും പങ്കുചേർന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഓഫീസ് ജീവനക്കാരും ക്രിസ്മസ് ആഘോഷിച്ചു. ഫൈസൽ പറഞ്ഞ പോലെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു നിമിഷമാണ് ക്രിസ്മസ്. ഈ ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ കൊച്ചി കേരളത്തിലും നമ്മുടെ ഈ കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷനിൽ ഈ സഹോദരങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും എൻ്റെ ഫാമിലിയും വേണ്ടി കൂടെ ഞങ്ങൾ ചെറിയ രീതിയിൽ സന്തോഷം ഇവിടെ മധുരം പകർന്നുകൊണ്ട് നൽകുകയാണ്. ഈ സൗഹൃദത്തിലേക്ക് കടന്നു വന്ന ഓരോരുത്തരെയും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന്റെ സന്ദേശം ഓരോരുത്തർക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനറൽ സെക്രട്ടറി കുമാരൻ ഐശ്വര്യ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി അനിൽ P. വർഗീസ് ക്രിസ്മസ് സന്ദേശം നൽകി. ട്രഷറർ ഹാസിഫ് മുഹമ്മദ്, വൈസ് പ്രസിഡന്റുമാരായ ബാബു, അമൃത, നിത്യാനന്ദ നായിക്, HE സലാം, സെക്രട്ടറിമാരായ ഷെറിക് കമ്മാടം, സമീർ ഡിസൈൻ, ഷെരീഫ് ഫ്രെയിം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റൂ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിഗ്നിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ
ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കോട്ടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ. എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. PR നമ്പ്യാർ അനുസ്മരണം രാവണേശ്വരത്ത് നടന്നു. AKSTU മുൻ സംസ്ഥാന സെക്രട്ടറി ടി പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. AKSTU 28ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 13 മുതൽ 15 വരെ തീയതികളിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി PR നമ്പ്യാർ ദിനത്തിൽ രാവണേശ്വരത്ത് അനുസ്മരണ സമ്മേളനം നടന്നു. AKSTU മുൻ സംസ്ഥാന സെക്രട്ടറി ടി പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ അദ്ദേഹത്തെ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. 1985-86 അദ്ദേഹം മരിക്കുന്നു. ഒരു ട്രാവലിംഗ് ദ അൺട്രാവൽഡ് റൂട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ ആരും യാത്ര ചെയ്യാത്ത വഴിയിൽ കൂടി യാത്ര ചെയ്യുക, അതേറെ സാഹസമുള്ള. ഇപ്പോൾ രാവണേശ്വരം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് കാഞ്ഞങ്ങാട് നിന്ന് വരാൻ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടി നിങ്ങൾക്ക് കണ്ണും പൂട്ടി വരാൻ കഴിയും, അതിന് പണിയില്ല. എന്നാൽ ആരും കാണാത്തൊരു വഴിയുണ്ടാവും, ചിലപ്പോൾ ആരും സഞ്ചരിക്കാത്ത വഴി. ആ സഞ്ചരിക്കാത്ത വഴിയിൽ കൂടി മനുഷ്യൻ്റെ ഹൃദയങ്ങളെ കീഴടക്കാൻ സാധിക്കുന്നത് 2 തരത്തിലാണ്. ഒന്നതിൻ്റെ ലിംഗ്വിസ്റ്റിക് ഫോം എന്ന് പറയും. അതിന് ഞാനിവിടെ സംസാരിക്കുന്നത് സാധാരണ നിങ്ങൾ കേൾക്കാത്ത ഒരു ആംഗിളിൽ നിന്നായിരിക്കും. സംഘാടക സമിതി ചെയർമാൻ A. തമ്പാൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KV കൃഷ്ണൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, P. മിനി, K. പത്മനാഭൻ, സുനിൽകുമാർ കരിച്ചേരി, വിനയൻ കല്ലത്ത്, MT രാജീവൻ, TA അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി ബാങ്ക് ഹാളിൽ നടന്ന കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ മെച്ചപ്പെടണം. ഒന്ന്, സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ സ്ഥിര അല്ലെങ്കിൽ ശമ്പള സ്കെയിലിൽ പണിയെടുക്കുന്ന ജീവനക്കാരന്റെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയും. കമ്മീഷൻ ജീവനക്കാരായി പണിയെടുക്കുന്ന ജീവനക്കാരുടെ വരുമാനം വർദ്ധിക്കണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം. ദുർബലമായ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കുറെ ആനുകൂല്യങ്ങളുണ്ട് അവരുടെ കമ്മീഷനുമായി ബന്ധപ്പെട്ട്. നേരത്തെ സൂചിപ്പിച്ചു, 2005 വന്നത് വളരെ പരിമിതമായ അവരുടെ കലക്ഷന്റെ ഭാഗമായി അവർ അധ്വാനിച്ചെടുക്കുന്ന ആ തുകയിൽ നിന്ന് ഒരു 500 രൂപ വേതനമെന്ന നിലയിൽ ശമ്പള പട്ടികയിൽ ഒപ്പിട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി 3 നടക്കുന്ന നിക്ഷേപ വായ്പാ കളക്ഷൻ ഏജന്റുമാരുടെയും അപ്രൈസർമാരുടെയും സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ തീരുമാനിച്ചു. ജില്ലാ പ്രസിഡന്റ് KV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജാനകി, ജില്ലാ സെക്രട്ടറി കെ വി വിശ്വനാഥൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി തങ്കമണി, എ കെ ലക്ഷ്മണൻ, ശോഭന, മോഹനൻ സി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കൺവീനർ സി വിജയൻ സ്വാഗതം പറഞ്ഞു. വടക്കൻ കേരളത്തിൽ തീയ സമുദായത്തിന്റെ പ്രധാന കഴകമായ തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിന്റെ സന്നിധിയിൽ പ്രധാന ദേവിയായ പടക്കത്തി ഭഗവതിയുടെ നർത്തകനായി കണ്ടംവിറ്റ തറവാട്ടംഗമായ കൊഴുമൽ തമ്പാൻ ആചാരമേറ്റു. അള്ളട സ്വരൂപാധിപൻ ഉദിനൂർ ക്ഷേത്രപാലകന്റെ സന്നിധിയിൽ പൊലിമയേറിയ അനുഷ്ഠാനങ്ങളിൽ മേൽശാന്തി 3 തവണ ആചാരപ്പേര് ചൊല്ലി വിളിച്ചതോടെ പടക്കത്തിയമ്മയ്ക്ക് ഉറഞ്ഞാടാൻ തമ്പാനുള്ള നിയോഗമായി. രാമവല്യം കഴകം പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി പെരുങ്കളിയാട്ടത്തിൽ കെട്ടിയാടുന്ന പ്രധാന ദേവതയായ പടക്കത്തി ഭഗവതിയുടെ ദേവനർത്തകനായി കരിവള്ളൂർ പെരളം കൊഴുമലിലെ കണ്ടംവിറ്റ തറവാട്ടിൽ നിന്നുള്ള തമ്പാൻ ചൊവ്വാഴ്ച രാവിലെയാണ് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്ന് ആചാരം കൈയേറ്റത്. ക്ഷേത്രപാലക സന്നിധിയിലെ ചടങ്ങുകൾക്കു ശേഷം ആചാരവഴിയും തിരുവായുധവുമായി ചക്രപാണി ക്ഷേത്രത്തിലെത്തി തൊഴുതാണ് നർത്തകൻ രാമവല്യം കഴകത്തിലെത്തിയത്. ചടങ്ങുകളിൽ ആചാരസ്ഥാനികരും ബാല്യക്കാരും ഭാരവാഹികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളിലെയും സ്ഥാനികരും ബാല്യക്കാരും അരബാല്യക്കാരും വനിതകളും പങ്കെടുക്കുന്ന പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകളിലൊന്നായി മാറി ആചാരം കയ്യേൽക്കൽ. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് 25-ന് തുടക്കമാവും. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. പ്രസിദ്ധമായ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ബുധനാഴ്ച ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമാവും. ജനുവരി 1 വരെ തീയതികളിലാണ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുക. ഇതിനു മുന്നോടിയായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിയ കലവറ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വരാഹാവതാരം, ഋഷഭാവതാരം, നരസിംഹാവതാരം, ശ്രീകൃഷ്ണാവതാരം, കംസവധം, രുക്മിണി സ്വയംവരം, ശ്രീകൃഷ്ണ കുചേല പുനഃസംഗമം, കൽക്കി അവതാരം എന്നിവയെക്കുറിച്ചുള്ള പ്രഭാഷണം നടക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കണ്ണാട്. പാണത്തൂർ കാഞ്ഞിരത്തിങ്കാൽ അയ്യപ്പ ക്ഷേത്ര മഹോത്സവത്തിന് സമാപനമായി. തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. പ്രസിദ്ധമായ പാണത്തൂർ കാഞ്ഞിരത്തിങ്കാൽ ശ്രീ അയ്യപ്പ ക്ഷേത്ര മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. സമാപന ദിവസം രാത്രിയിൽ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. താലപ്പൊലി ഏന്തിയ ബാലികമാരുടെയും 100 കണക്കിന് മുത്തുകുടകളുടെയും കലാകായിക പ്രകടനങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും ചെണ്ടക്കോലുകൊണ്ട് വിസ്മയങ്ങൾ തീർത്ത വാദ്യ കലാകാരന്മാരുടെ അതിശയിപ്പിക്കുന്ന മേളപ്രകടനങ്ങളുടെയും അകമ്പടിയോടുകൂടിയുള്ള വിവിധ ദേശക്കാരുടെ തിരുമുൽക്കാഴ്ച ഭക്തിയുടെ നിറവിൽ നടന്നു. മാവുങ്കാൽ തിരുമുൽക്കാഴ്ച, തെക്കുഭാഗം തിരുമുൽക്കാഴ്ച, ചെമ്പേരി തിരുമുൽക്കാഴ്ച സമർപ്പണമാണ് നടന്നത്. തുടർന്ന് അത്താഴപൂജ, ശ്രീ ഭൂതബലി എഴുന്നള്ളത്ത്, മേളം, തിടമ്പ് നൃത്തം എന്നിവ നടന്നു. ഭക്തി നിർഭരമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്തുമസിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. യേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണകൾ ഉണർത്തി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. മാലോം സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ ഭീമൻ നക്ഷത്രം ആകർഷകമാവുകയാണ്. 600 ചെറു നക്ഷത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ ഉറക്കം കെടുത്തി ജനവാസ കേന്ദ്രങ്ങളിൽ പുലി ഇറങ്ങി. മടിക്കൈ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലാണ് പുലി ഭീഷണി. സെപക് ടക്രോ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പ് ടീം ഇവന്റിൽ മണിപ്പൂരിന് ഇരട്ട വിജയം. കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര ജില്ലാ സഹകരണ വിപണി കാഞ്ഞങ്ങാട് പീപ്പിൾസ് സൊസൈറ്റി കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. ദുർമന്ത്രവാദവും ആഭിചാര ക്രിയകളുമായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ.
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ബേക്കൽ അഗ്രോ കാർണിവലിന് തുടക്കമായി. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വീടില്ലാത്ത കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്. വേലാശ്വരത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിളവെപ്പ് കർമ്മം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.